ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പകർച്ചവ്യാധിയുടെ ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധിയെ തടയുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെയും സഭാ അധികാരികളുടെയും നിർദ്ദേശത്തെ മാനിച്ച് താൽക്കാലികമായെങ്കിലും പൊതുവായ വിശുദ്ധ കുർബാന അർപ്പണം സാധ്യമാകാത്ത ഈ സാഹചര്യത്തിൽ നാം ഈ കൂടുതലായി കേൾക്കുന്ന ഒരു പദമാണ് അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ പോകുന്നത് എന്താണ് അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണമെന്നും ഈ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം ഈ അസാധാരണ സാഹചര്യത്തിൽ എത്രത്തോളം ഫലവത്തായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. സഭയിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാനം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, യോഗ്യതയോടുകൂടെ മാരക പാപ അവസ്ഥയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് വേണം നമ്മളെല്ലാവരും ഈശോയുടെ അൾത്താരയെ സമീപിക്കുവാനെന്ന്. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മാരക പാപാവസ്ഥയിൽ നിന്നും പൂർണ്ണമായും ഞാൻ വിട്ടുനിന്നുകൊണ്ട് വരപ്രസാദ അവസ്ഥയിലായിരിക്കണം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായും സത്യമായും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന കർത്താവ് ഈശോ മിശിഹായെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓരോ അൾത്താരയിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിൽ എന്നേക്കുമായി അർപ്പിച്ച ആ ബലിയുടെ അനുസ്മരണവും പുനരവതരണവുമാണ്. അത് ഈശോയ്ക്ക് എന്നും നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് അന്ത്യത്താഴ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപന സമയത്ത് നമ്മോട് പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം സഭയ്ക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് സഭ എക്കാലവും വിശുദ്ധ കുർബാനയെ കൂദാശകളുടെ കൂദാശ എന്ന് വിളിക്കുന്നത്. മറ്റു കൂദാശകളെല്ലാം ഈശോയുടെ ശരീരത്തിന് പുറത്ത് കൃപാവരങ്ങൾ നമുക്ക് നൽകുമ്പോൾ വിശുദ്ധ കുർബാനയാകുന്ന കൂദാശയിൽ ഈശോയെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തോട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇനിയും ആഴത്തിൽ ഒത്തിരിയേറെ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുമെങ്കിലും ഈ ഒരു പ്രത്യേക സമയം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എന്താണ് എന്ന് പറയുവാൻ വേണ്ടിയാണല്ലോ. വിശുദ്ധ കുർബാനയുടെ യോഗ്യതാപൂർവമായ സ്വീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെൻഡ് കൗൺസിലിൻ്റെ 13ാമത്തെ സെക്ഷൻ വിശുദ്ധ കുർബാനയുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഭാഗത്ത്, അത് അധ്യായം 8 അവിടെ എപ്രകാരം വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. പ്രധാനമായും 2 വഴികളെക്കുറിച്ചാണ് ട്രെൻഡ് കൗൺസിൽ പറഞ്ഞു വയ്ക്കുക. അത് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ പഠനത്തെ ആസ്പദമാക്കിയിട്ട് ഉള്ളതാണ്. വിശുദ്ധ കുർബാനയുടെ യോഗ്യതാപൂർവമായ സ്വീകരണം നാം കണ്ടെത്തുന്നത് കൗദാശികമായും അരൂപിയാലും ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ അല്പവും കൂടി വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തെ പ്രതി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പോകുന്നതിന് മുൻപ് ഒരു പക്ഷേ തലേന്ന് തന്നെ ഈശോയെ സ്വീകരിക്കുവാനുള്ള തീവ്രമായ അഭിലാഷത്തെ പ്രതി ഒരു വ്യക്തി നടത്തുന്ന അകന്ന ഒരുക്കമുണ്ട്. ഈ അകന്ന ഒരുക്കം വിശുദ്ധ ബലി അർപ്പണത്തിന് അവനെ ദേവാലയത്തിലേക്ക് അല്പം നേരത്തെ എത്തിക്കുകയും തീക്ഷ്ണതയോടെ അൾത്താരയിൽ സന്നിഹിതനാകുന്ന ഈശോയെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഈശോയെ സ്വീകരിക്കുവാൻ അഭിലഷിക്കുകയും ചെയ്തുകൊണ്ട് തീവ്രമായി ഒരുങ്ങുന്നു. ആ ഒരുക്കം ഈശോയെ അവൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുവാൻ അവനെ സഹായിക്കുന്നു. അപ്രകാരം
വളരെ വിശാലമായ ഒരു ഒരുക്കത്തോടു കൂടെ വിശുദ്ധ കുർബാന കൗദാശികമായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് കൗദാശികമായ വിശുദ്ധ കുർബാന സ്വീകരണവും അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും സാധ്യമാകുന്നു. ഇതാണ് ഏറ്റവും യോഗ്യതാപൂർവമായ വിശുദ്ധ കുർബാന സ്വീകരണം. ഇനി രണ്ടാമതൊന്നുണ്ട്, അതാണ് അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. ഈ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തെ നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, എനിക്ക് ഈശോയെ എല്ലാ സമയവും സ്വീകരിക്കണമെന്നുള്ള തീവ്രമായ അഭിലാഷം. വിശുദ്ധ കുർബാനയിൽ ഞാൻ സ്വീകരിച്ച ഈശോയുടെ തിരുശരീര രക്തങ്ങൾ എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിലും നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ഈശോയോട് ഓരോ നിമിഷവും അനുരൂപപ്പെടുവാനുള്ള എൻ്റെ ആത്മാവിൻ്റെ തീവ്രമായ അഭിലാഷമാണത്. ഒത്തിരിയേറെ വിശുദ്ധർ ഈ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം ഓരോ ദിവസവും നിമിഷം പ്രതി നടത്തിയിരുന്നു എന്ന് വിശുദ്ധരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ 15 മിനിറ്റിലും അൽഫോൺസ് ലിഗോരി അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നടത്തിയിരുന്നു എന്നാണ്. ഓരോ 15 മിനിറ്റിലും അൾത്താരയിൽ സന്നിഹിതനാകുന്ന ഈശോയോട് ചേരുവാനുള്ള തീവ്രമായ അഭിലാഷത്തെ പ്രതി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ വളരെ മനോഹരമായി അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം എന്താണ് എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തപ്പോഴും നിങ്ങൾക്ക് അരൂപിക്കടുത്ത ഒരു ദിവ്യകാരുണ്യ സ്വീകരണം നടത്താം. ഇതേറെ പ്രയോജനകരമായ ഒരാത്മീയ അനുഷ്ഠാനമാണ്. ഇതിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് ധാരാളമായി ചൊരിയപ്പെടുന്നു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ സംഭവം വിശുദ്ധ കുറിക്കുക ഇപ്രകാരമാണ്. കൗദാശികമായ വിശുദ്ധ കുർബാന സ്വീകരണമാണോ, അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണോ, ഏതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന ഒരു ചിന്ത വിശുദ്ധയുടെ ഉള്ളിൽ തെളിയുന്ന സമയം ഈശോ മിശിഹ 2 കാസകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു കൈയിൽ സ്വർണ്ണക്കാസയും മറ്റേ കൈയിൽ വെള്ളിക്കാസയും. എന്നിട്ട് വിശുദ്ധയോട് ഈശോ ഇപ്രകാരം പറയുന്നു, നീ സ്വീകരിച്ച കൗദാശികമായ വിശുദ്ധ കുർബാനയെ ഞാൻ ഈ സ്വർണ്ണക്കാസയിൽ നിക്ഷേപിക്കുന്നു. നീ സ്വീകരിച്ച അരൂപിയാലുള്ള വിശുദ്ധ കുർബാനയെ ഞാൻ ഈ വെള്ളിക്കാസയിൽ സ്വീകരിക്കുന്നു. എനിക്ക് ഇവ രണ്ടും സ്വീകാര്യമാണ്. രണ്ടാമതായി, അരൂപിയാലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ചില അസാധാരണ സന്ദർഭങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന മാർഗവുമായി ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ 1 മണിക്കൂർ മുൻപ് ഉപവസിക്കുവാൻ സാധിക്കാതെ വരിക, മതമർദ്ദനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ബലിയർപ്പണം, പൊതുവായ വിശുദ്ധ ബലിയർപ്പണം സാധ്യമല്ലാതിരിക്കുക, എന്തെങ്കിലും രോഗാവസ്ഥ മൂലം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കേണ്ടി വരിക, അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പകർച്ചവ്യാധികളുടെയോ മറ്റെന്തെങ്കിലും ഗൗരവമേറിയ പ്രശ്നങ്ങളുടെയോ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങളിൽ പൊതുവായ വിശുദ്ധ ബലിയർപ്പണം സാധ്യമല്ലാതിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളെ അസാധാരണമായ സാഹചര്യമായി കണ്ടുകൊണ്ട് സഭ വിശ്വാസികളോട് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം, അൾത്താരയിൽ സന്നിഹിതനാകുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുവാനുള്ള തീവ്രമായ അഭിലാഷത്തോടുകൂടെ അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പരസ്നേഹ പ്രവൃത്തികളിലൂടെ കൂടുതൽ തീവ്രമായ അഭിലാഷത്തോടുകൂടെ ഈശോയെ സ്വീകരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റു കൂദാശയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന എന്നത്
കൂദാശയാണ്. അത് കൂട്ടായ്മയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മയുടെയും പൂർണ്ണതയിൽ ഈ വിശുദ്ധ കുർബാന നമ്മെ എത്തിക്കുന്നു. ഇവിടെ നാം ദൈവത്തെ പ്രാപിക്കുകയും ദൈവം ഏറ്റവും പരിപൂർണമായ വിധം നമ്മോട് ഒന്നാവുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയാകുന്ന കൂദാശയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഒരു നിത്യമായ തീവ്രമായ അഭിലാഷം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പാപ്പ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സഭയിൽ അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എന്ന ആത്മീയ ഒരുക്കം ആരംഭിച്ചതിനും നൂറ്റാണ്ടുകളിലൂടെ വളർന്നതിനും ആത്മീയ ജീവിതത്തിൻ്റെ ആചാര്യന്മാരായിരുന്ന വിശുദ്ധരാൽ ശുപാർശ ചെയ്യപ്പെടുന്നതിനും കാരണം ഈ കൂദാശ പൂർണ്ണമായും നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുന്നു എന്നതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയവും കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അരൂപിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണം മാരകപാപ അവസ്ഥയിലുള്ള ആൾക്കും സാധ്യമാണോ എന്നുള്ളതാണ്. അതിന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഉത്തരം, അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് മാരകപാപ അവസ്ഥയിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായ വരപ്രസാദ അവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ്. കാരണം കൗദാശികമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരാളെ യോഗ്യരാക്കുന്നത് വരപ്രസാദ അവസ്ഥയായിരിക്കുന്നത് പോലെ തന്നെ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുവനെ യോഗ്യനാക്കുന്നതും ഈ വരപ്രസാദ അവസ്ഥ തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ഗൗരവമേറിയ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം പൊതുവായി നടത്തപ്പെടാത്ത സാഹചര്യം വരികയും വിശുദ്ധ കുമ്പസാരം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാതിരിക്കുകയും വരുന്ന അത്രമേൽ ഗൗരവമായ സാഹചര്യത്തിൽ ഈശോയോട് ഒന്നാകുവാനുള്ള ഹൃദയത്തിൻ്റെ തീവ്രമായ അഭിലാഷവും ഒരു വ്യക്തിയുടെ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള തീവ്രമായ അനുതാപവും മനസ്താപവും ആത്മാർത്ഥമായ മനസ്താപ പ്രകരണവും ഒരുവനെ ആത്മീയമായി ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കണം, ഇത് ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ഞാനിതിൻ്റെ സത്യവും പൂർണ്ണതയും തിരിച്ചറിയേണ്ടത്. ഏതെങ്കിലുമൊക്കെ ഒരാവേശത്തിൽ ലാഘവ ബുദ്ധിയ എന്നാൽ പിന്നെ ഇത് അസാധാരണമായ ഒരു സാഹചര്യമല്ലേ, ദൈവം തമ്പുരാൻ എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്ന ചിന്തയോടുകൂടെ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുവാൻ നമ്മളുടെ ഹൃദയം ഒരുമ്പെടുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമായ പൂർണ്ണമായ ഒരു അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സമകാലീന പശ്ചാത്തലത്തിൽ അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ഞാൻ മുൻപേ സൂചിപ്പിച്ചു, ഇത് ഒരു അസാധാരണമായ സാഹചര്യമാണ്. ഈ അസാധാരണമായ സാഹചര്യം നമ്മെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് പൊതുവായ വിശുദ്ധ കുർബാന അർപ്പണത്തിന് നമുക്ക് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായ ഈ സാഹചര്യത്തിൽ നമുക്ക് പൊതുവായ ഒരു വിശുദ്ധ ബലി അർപ്പണം സാധ്യമാകാതെ ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സഭ നമ്മളോട് നിഷ്കർഷിക്കുകയാണ്, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടെ ഭക്തി ആദരവോടെ ഒരുക്കത്തോടെ പൂർണ്ണമായ അനുതാപത്തോടുകൂടെ ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കണമെന്ന്. എന്നാൽ ഏത് അവസരത്തിൽ നമുക്ക് സാധാരണമായ സാഹചര്യം കൈവരുന്നുവോ അവിടെ കൂടുതൽ തീക്ഷ്ണതയോടെ സ്നേഹത്തോടുകൂടെ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ തിരുശരീര രക്തങ്ങളെ കൗദാശികമായി സ്വീകരിക്കുവാനും നാം ഹൃദയം ഒരുക്കി നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് പൊതുവായ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഒരു ബദൽ ചടങ്ങല്ല, മറിച്ച് ഇതൊരു അസാധാരണമായ സാഹചര്യമായതുകൊണ്ട്
ഈശോയെ പൂർണ്ണമായും കൗദാശികമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട്, എന്നാൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ നമുക്കൊരോരുത്തർക്കും കടമയുള്ളതുകൊണ്ട് സഭ നമുക്ക് നൽകുന്ന ഒരു ബദൽ മാർഗമാണ്. അവിടെ നാം തിരിച്ചറിയണം, പൊതുവായ വിശുദ്ധ ബലി അർപ്പണം മാത്രമേ സാധ്യമാകാതെ പോകുന്നുള്ളൂ. ലോകത്ത് എവിടെയൊക്കെ പുരോഹിതനുണ്ടോ അവിടെയെല്ലാം സകല അൾത്താരകളിലും വിശുദ്ധ ബലി അർപ്പണം നടക്കുന്നുണ്ട്. ആ വിശുദ്ധ ബലിയിൽ, ആ വിശുദ്ധ കുർബാനയുടെ സകല യോഗ്യതകളും ഈ ലോകത്തിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്, നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്. ആ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിലേക്ക് നമ്മുടെ ആത്മീയമായ ഒരുക്കം ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. ഈ അസാധാരണമായ സാഹചര്യത്തിൽ അരൂപിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണം എപ്രകാരം കൂടുതൽ യാഥാർത്ഥ്യമാക്കി നമുക്ക് മാറ്റാം? അതിനായി സഭയുടെ ലിറ്റർജിക്കൽ കമ്മീഷൻ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഓൺലൈനായി സംപ്രേഷണം ചെയ്യുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. ഒന്നാമതായി, ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കായി കൂടുന്ന സ്ഥലമായിരിക്കും ഉചിതം. അവിടെ വിരിയിട്ട ഒരു മേശയിൽ കുരിശും തിരികളും വിശുദ്ധ ഗ്രന്ഥവും വെക്കേണ്ടതാണ്. അതിനടുത്താണ് ഓൺലൈൻ ട്രാൻസ്മിഷൻ സ്വീകരിക്കുന്ന ഉപകരണം വെക്കേണ്ടത്. രണ്ടാമതായി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ദേവാലയത്തിലെന്നതുപോലെ വസ്ത്രം ധരിക്കുന്നത് ഉചിതമായിരിക്കും. മൂന്നാമതായി, ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം മറ്റ് ജോലികൾ ചെയ്യുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും പൂർണ്ണമായും മാറ്റിവെക്കണം. നാലാമതായി, സംപ്രേഷണം ചെയ്യുന്ന കുർബാനയോടൊപ്പം വീട്ടിലിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യേണ്ടതാണ്. അഞ്ചാമതായി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ സാധിക്കുന്നിടത്തോളം ദേവാലയത്തിൽ എന്നതുപോലെ എഴുന്നേറ്റ് നിൽക്കുകയും മുട്ടുകുത്തുകയും ഇരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ആറാമതായി, വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അരൂപിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി നമ്മൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും വേണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ലിറ്റർജിക്കൽ കമ്മീഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഗൗരവമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്? കാരണം വിശുദ്ധ കുർബാനയിൽ നാം നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി, നമ്മൾ ഒരു കുടുംബത്തിലാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് കൗദാശികമായ ഉത്തരവാദിത്വമുണ്ട്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രഥമമായ ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിലും ധാർമ്മിക മൂല്യത്തിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്രകാരം വിശുദ്ധ കുർബാനയെ നാം സമീപിക്കണം, വിശുദ്ധ അൾത്താരയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ മഹനീയ സ്വഭാവം എന്താണ്, അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുന്നത് ഈ ദിവസങ്ങളിൽ എപ്രകാരം നിങ്ങൾ മാതാപിതാക്കൾ ഈ വിശുദ്ധ കുർബാനയെ ഭക്തിയാദരവോടെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഭക്തിയോടെ, ഒരുക്കത്തോടെ, തീക്ഷ്ണത നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ കുർബാനയെ നിങ്ങൾ സമീപിക്കുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അക്ഷരാർത്ഥത്തിൽ പ്രഘോഷിക്കുന്നവരായി മാറുകയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ തീവ്ര സ്വഭാവത്തെ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകുകയാണ്. ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ട് എങ്കിൽ സഭ സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾ വിശുദ്ധ കുർബാനയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. നാളെ നമ്മുടെ തലമുറ ഈ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാൻ ഈ ദിവസങ്ങളിൽ, ഈ അസാധാരണ സാഹചര്യത്തിൽ TV-യിലൂടെ വിശുദ്ധ കുർബാന കാണുമ്പോൾ നമ്മുടെ മക്കളെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്
നമ്മളുടെ വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയും വിശ്വാസവും നമുക്ക് കൈമാറാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ ഈ അസാധാരണമായ സാഹചര്യത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ബലിയർപ്പണം പൊതുവായി നമുക്ക് നടത്താൻ സാധിക്കാതെ വരുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുകയാണ്, നമ്മൾ ലാഘവ ബുദ്ധിയുടെ അലസതയോടെ ആയിരുന്ന വിശുദ്ധ ബലിയർപ്പണ നിമിഷങ്ങളെക്കുറിച്ച്. സ്നേഹം നിറഞ്ഞവരെ, ഓരോ അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും ഈ അസാധാരണ സാഹചര്യങ്ങളെല്ലാം മാറി സാധാരണ സാഹചര്യം കൈവരുമ്പോൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കൂട്ടായ്മയിൽ ആയിക്കൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങളെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാക്കി നമുക്ക് മാറ്റാം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അരൂപിയാലുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന തീവ്ര അഭിലാഷത്തോടുകൂടെ നാം ചൊല്ലുമ്പോൾ ഭാഗികമായ ദണ്ഡവിമോചനം സഭ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോഴും നമുക്ക് തിരിച്ചറിയാം, നമ്മളുടെ പൂർണ്ണ വരപ്രസാദ അവസ്ഥയാണ് ഈ ഭാഗിക ദണ്ഡവിമോചനത്തിനും നമ്മെ യോഗ്യരാക്കുന്നത് എന്ന്. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എന്ന് എൻ്റെ അവസാന ശ്വാസം വരെയും ഓരോ മനുഷ്യ കുലത്തിനു വേണ്ടിയും മനുഷ്യ വ്യക്തിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവ തിരുമുൻപിൽ വിശുദ്ധ ബലി അർപ്പണത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതുപോലെ ഈ ലോകത്ത് ഏത് കോണിൽ ഒരു പുരോഹിതനുണ്ടെങ്കിലും വിശുദ്ധ ബലിയർപ്പിച്ച് ആ പുരോഹിതൻ നമുക്കോരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ലോകത്ത് എവിടെയും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായി ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും നടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിരുമുൻപിൽ മാപ്പപേക്ഷിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുമുൻപിൽ ഒരുമയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുമ്പോൾ നിന്നെ തള്ളിപ്പറഞ്ഞ് നടന്ന അനേകം സഹോദരങ്ങളെയും ഈ വിശുദ്ധ അൾത്താരയിലേക്ക് കൊണ്ടുവരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.